ഇന്നലെ ബാംഗ്ലൂരിൽ നിന്നും താമരശ്ശേരി വരുന്ന വഴിക്ക് ബന്ദിപ്പൂർ മുത്തങ്ങ അതിനിടയിലെ ഫോറസ്റ്റ് കൂടെയാണല്ലോ നമ്മൾ യാത്ര ചെയ്യുന്നത്. ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് 2 മാനുകളെ ഞാൻ സൈഡ് കണ്ടു. അങ്ങനെ മാനിനെ കണ്ടൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കൗതുകത്തോടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ട് മുമ്പിൽ കടുവയെ കാണുന്നത്. കടുവയെ കണ്ട ഉടനെ കുറച്ച് ദൂരെ ആയതുകൊണ്ട് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ നേരേക്ക്, കാരണം തൊട്ട് പാരലായിട്ടായിരുന്നു, കാറിന് നേരെ കടുവ ചാടി വരുന്നത്. ആ സമയത്ത് ഞാൻ ഒന്ന് പേടിച്ചു പോയി. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടവർക്കറിയാം, ഒന്ന് ഷെയ്ക്കായിട്ടുണ്ട്. പക്ഷേ അടുത്തെത്തിയപ്പം കടുവ കാറിനെ ചേർന്ന് പുറകെ കൂടെ റോഡ് മുറിച്ച് കടക്കുകയുണ്ടായത്. നല്ലൊരു അനുഭവമായിട്ട് തോന്നി. കാരണം ആ റോഡിൽ എപ്പോഴും സഞ്ചരിക്കുന്ന, എപ്പോഴും എല്ലാവരും കടുവയെ കാണാറുണ്ടാവില്ല, ആനയെ കാണാറുണ്ടാവും. പക്ഷേ കാറിലായതുകൊണ്ട് ഞാൻ സേഫ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അറിയില്ല. എന്തായാലും എൻ്റെ തൊട്ടു പുറകിൽ ബൈക്കിൽ 2 മലയാളികളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് 2 കാര്യമാണ്. ഒന്ന്, മൂത്രം ഒഴിക്കാൻ പോലും പകലാണെങ്കിൽ അവിടെ ഇറങ്ങരുത്. കാരണം ഇത്രയും പെട്ടെന്ന് വളരെ എത്രയോ 1 മിനിറ്റ് പോലും ഗ്യാപ്പ് ഉണ്ടാവില്ല ഈ മൊത്തം സംഭവം ഉണ്ടായത്. വളരെ ഷോർട്ട് പീരീഡിലാണ്. പിന്നെ ബൈക്കിൽ പകലാണെങ്കിൽ ആ റൂട്ടിൽ യാത്ര ചെയ്യുന്നത് സേഫ് അല്ല. എൻ്റെ തൊട്ട് പുറകിലുണ്ടായിരുന്നൊരു വളരെയധികം പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഈ ഒരു സംഭവം എൻ്റെ സുഹൃത്തിനോട് വിളിച്ചു പറയാൻ വേണ്ടി ഞാൻ ഫോൺ എടുക്കുമ്പോഴാണ് മനസ്സിലായത് അവിടെ റേഞ്ച് ഇല്ല. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പം എൻ്റെ കാറിൽ യൂട്യൂബ് പ്ലേ ചെയ്യുന്നുണ്ടായി. അപ്പം റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അത് വർക്കാവുന്നുണ്ടായില്ല. ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുത്തങ്ങ എത്താറായപ്പോൾ അത് വർക്കായപ്പോഴാണ് ഞാൻ കറക്റ്റ് ഒരു ന്യൂസ് കാണുന്നത്. സുജയ പാർവതി റിപ്പോർട്ടർ ചാനൽ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബന്ദിപ്പൂരിൽ ഇങ്ങനെ കടുവ റോട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഏതോ ഒരാളെ പിടിച്ചു കൊണ്ടുപോയി, വിറക് വെട്ടാൻ പോയ ഒരാളെ കൊണ്ടുപോയി കാട്ടിലേക്ക് കൊണ്ടുപോയി കൊന്നു. അങ്ങനെ 2 കടുവ. അങ്ങനെ പെട്ടെന്നാണ് ഇതൊരു നോർമൽ അല്ല എന്ന് എനിക്ക് തോന്നിയത്. ഇങ്ങനെ കടുവ നാട്ടിലിറങ്ങിയെന്നത് ഇത് ആളുകൾ സെർച്ച് ചെയ്യുന്ന സാധനമായിരിക്കാം. അപ്പോഴാണ് എൻ്റെ സുഹൃത്തായിട്ടുള്ള മീഡിയയിലുള്ള ആളുകളെ ഞാൻ ഇൻഫോം ചെയ്തത്. ഇതാണ് ഇന്നലെ സംഭവം ഉണ്ടായത്. എന്തായാലും ആ റോഡിൽ ട്രാവൽ ചെയ്ത് വരുമ്പോൾ ആനയെ കാണാറുണ്ട്. ആനയും കണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല അനുഭവം എന്ന് പറയുന്നില്ല. എന്നാലും അത് എപ്പോഴും കിട്ടുന്നൊരു എക്സ്പീരിയൻസ് അല്ലല്ലോ. അങ്ങനെയാണ് ഇന്നലെ ഉണ്ടായ സംഭവം.